ഹായ് ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? നമ്മളിന്ന് അഴീക്കൽ ബീച്ച് പോകാനുള്ളൊരു പ്ലാനിലാണ്. എൻ്റെ ബോയ്സ് ഹായ് ഒക്കെ പറയുന്നത് കേട്ടോ. ഞാനിവിടെ ബാംഗ്ലൂർ ആയതുകൊണ്ട് തന്നെ എനിക്ക് എപ്പോഴും പിള്ളേരുടെ അടുത്ത് പോയി അവരെ കാണലൊന്നും നടക്കത്തില്ല. പിന്നെ മന്തിലൊരു 2 ലീവൊക്കെ ഒപ്പിച്ച് ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പോകും കേട്ടോ. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് ലോങ് ട്രിപ്പൊന്നും പ്ലാൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോഴാണ് വിചാരിച്ചത് അഴീക്കൽ മാവേലിക്കരയുടെ അടുത്താണ്. സോ അവിടെ പോകാമെന്ന് വിചാരിച്ചൊരു 1 hour ഡിസ്റ്റൻസ് ഉണ്ട്. എൻ്റെ മോൻ അതിനിടയ്ക്ക് തല്ലുപിടിക്കുകയാണ്. ഒരു ട്വിൻസ് ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇടിയുണ്ട്. എന്നാലും അവർ തമ്മിൽ ഭയങ്കര കണക്ഷനാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ലൊക്കേഷനിലോട്ട് ഓൾമോസ്റ്റ് എത്താറായിട്ടോ. ബോയ്സ് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. പുറത്തോട്ടൊക്കെ നോക്കിയിരിക്കുകയാണ് സംഭവം ഇത് ഏതാ സ്ഥലം. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് എത്താറായി. പിന്നെ ഇവിടെ അടുത്താണ് കേട്ടോ കടൽ മച്ചാൻ്റെ നേരത്തെ കടയൊക്കെ ഉണ്ടായിരുന്നത്. മുന്നേ ഞാൻ ഇവിടെ വന്നപ്പോൾ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇപ്രാവശ്യം വന്നപ്പോൾ കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു അവരിവിടെ നിന്ന് മൂവായി തോന്നുന്നു. നല്ല രസമല്ലേ ഈ വ്യൂ ഒക്കെ കാണാനായിട്ട്. എനിക്ക് ചെറുപ്പത്തിലെ ബീച്ചിലൊക്കെ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പിള്ളേരെയും കൊണ്ട് പോകുമ്പോൾ അതൊരു പ്രത്യേക വൈബാണല്ലോ. അവർക്ക് ഇതെല്ലാം ആദ്യമായിട്ട് കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. നമ്മൾ ഇതിനു മുന്നേ ഇവരെയും കൊണ്ട് ബീച്ചിലൊക്കെ വന്നിട്ടുണ്ട്. ആ ടൈമിൽ ഇവർ കുറച്ചും കൂടി ചെറുതായിരുന്നു. ഇപ്പോഴാണ് ഇതൊക്കെ ഒന്ന് തിരിച്ചറിയാനുള്ളൊരു പ്രായമായത്. അങ്ങനെ നമ്മൾ സ്പോട്ടിലെത്തിയിരിക്കുകയാണ് ഗായ്സ്. അപ്പോൾ നമുക്ക് കണ്ടാലോ? ബീച്ചിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. കുറേ പേര് പട്ടം പറത്തുന്നു, കുറേ പേര് വെള്ളത്തിൽ കളിക്കുന്നു. കുട്ടികളാണെങ്കിൽ അവിടെയൊക്കെ കുറേ സാധനം വിൽക്കാൻ വെച്ചിട്ടുണ്ടല്ലോ, അങ്ങോട്ടേക്ക് ഓടുന്നു. നമ്മുടെ ബോയ്സും കുറേ എണ്ണം തപ്പിയൊക്കെ നടപ്പുണ്ടായിരുന്നു. അങ്ങനെ പറ്റിയ സ്ഥലം കണ്ടപ്പോൾ അങ്ങോട്ടേക്ക് പതുക്കെ പോവുക. അങ്ങനെ കറക്റ്റ് സ്ഥലത്തെത്തിയപ്പോൾ എൻ്റെ പിള്ളേർ നിന്ന് എന്തൊക്കെയാ വാങ്ങണ്ടെന്ന് മമ്മിക്ക് കാണിച്ചു തരിക. കറക്റ്റ് സാധനം കിട്ടിയപ്പോൾ രണ്ടുപേരും ഹാപ്പിയായി. എൻ്റെ മെക്കാനിസം പഠിച്ചുകൊണ്ടിരിക്കുക. ഒരേ കളറിലെ സെയിം ഐറ്റമാണ് രണ്ടുപേരും വാങ്ങിച്ചിരിക്കുന്നത്. മെക്കാനിസത്തിൽ പോലും ഒരു ഡിഫറൻസും ഇല്ല. ഇനി കയ്യിലിരിക്കുന്ന കുപ്പിയിലെ വെള്ളം എങ്ങനെ കുറച്ചെങ്ങനെ താഴത്ത് പോയാൽ പിന്നെ കരച്ചിലും ബഹളവും തുടങ്ങും. എന്തായാലും സംഭവം പഠിച്ച്
അത് കഴിഞ്ഞ് വീഡിയോ എടുപ്പിച്ചാൻ ഏറ്റെടുത്ത് ഞാൻ പതിയെ അവിടുന്ന് മാറുക. അപ്പോഴാണ് നമ്മളവിടെ കുറേ കുതിരേനെ കണ്ടത്. ആൾക്കാരെ ഇരുത്തിക്കൊണ്ട് പോകുന്ന കുതിര. ഇവന്മാരെ അതിൽ കയറ്റാൻ നമുക്കത്ര ധൈര്യമില്ലായിരുന്നു, കാരണം പിടിച്ചിരിക്കാറൊന്നും ആയില്ലല്ലോ. ഒരു ആൻറ്റി അവിടെ നിന്ന് പുറകെ കുട്ടികളെ കയറ്റിയിരുത്തി ഫോട്ടോ എടുത്തു നടക്കുന്നുണ്ടായിരുന്നു. ഇവന്മാർ വലിയ എക്സൈറ്റ്മെന്റിൽ കുതിരേനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ പതിയെ ബീച്ചിൻ്റെ സൈഡിലോട്ട് മാറി. ചേട്ടന്മാർക്ക് കൈ പിടിക്കണമെന്ന് ഇഷ്ടമല്ല, ഒറ്റയ്ക്ക് നിൽക്കണം, ഒറ്റയ്ക്ക് നിന്ന് വെള്ളത്തിൽ കളിക്കണം. അവിടെ ഭയങ്കര റിസ്ക് ആയതുകൊണ്ട് നമുക്കങ്ങനെ കൈ പിടിച്ച് നിർത്താൻ പറ്റില്ലല്ലോ. ഈ കടൽ കാണാനായിട്ട് എന്ത് രസമാണല്ലേ. ഇങ്ങനെ ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് നിൽക്കുമ്പോൾ ഭയങ്കര ഒരു വൈബാണ് അവിടെ. അങ്ങനെ സൂര്യൻ അസ്തമിക്കാറായി. നല്ലൊരു വ്യൂ ആണ്. കുറേ നേരം ഞങ്ങൾ ആ വ്യൂ കണ്ടിരുന്നു അവിടെ. ബാക്ക്ഗ്രൗണ്ടിൽ ചേട്ടന്മാരിരുന്ന് വിളിക്കുന്നതിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത്. തിരയുടെ ഇങ്ങ് വരാനാ പറയുന്നത്. അങ്ങനെ കുറേ നേരത്തെ വെള്ളത്തിക്കളി കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് പതുക്കെ മൂവ് ആവുകയാണ്. ഇനി ചേട്ടന്മാർ ഡിമാൻഡ് വെച്ചേക്കുന്ന ഐസ്ക്രീമാണ്. ഇനി ഐസ്ക്രീം ഷോപ്പിലോട്ട് പോവുകയാണ്. അവിടെ ചെന്ന കടക്കാരൻ ചേട്ടൻ്റെ അടുത്ത് 2 ഐസ്ക്രീം ചോദിച്ച് വാങ്ങിച്ച്, അത് ഒരാൾ തന്നെ 2 പേർക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് 2 എണ്ണം വേണമെന്ന് പറയുകയും ചെയ്തു. ഇനി അങ്ങനെ വിചാരിച്ചു ഇവന്മാർ ഇത്ര പെട്ടെന്ന് സംസാരിക്കാറായോ എന്നുണ്ടെങ്കിൽ. 3 years ആണ് ഇപ്പോൾ ഇവരുടെ പ്രായം. അപ്പോൾ അത്രക്കൊന്നും കാര്യമായി സംസാരിക്കാറായിട്ടില്ല, എന്നാൽ ആവശ്യമുള്ളതൊക്കെ ചോദിച്ചു വാങ്ങിക്കാനൊക്കെ അറിയാം. അങ്ങനെ നമ്മുടെ യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇതുപോലുള്ള വ്ളോഗ്സ് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.